നാം ക്ഷേത്രത്തിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് തേങ്ങ പൊട്ടിക്കൽ. എന്തിനാണ് ഇങ്ങനെ തേങ്ങ പൊട്ടിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് വേറെ ഏതെങ്കിലും ഫലം ആയിക്കൂടാ? ഗണപതി ഭഗവാനെ നമ്മൾ വിളിക്കുന്നത് വിഘ്നേശ്വരൻ എന്നാണ്. എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ഭഗവാനാണ് വിഘ്നേശ്വരൻ. എന്ത് നല്ല കാര്യങ്ങളും ആരംഭിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഗണപതി ഭഗവാനെയാണ്. പുതിയ വീട് പണിയുമ്പോൾ, പുതിയ ജോലി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ, വിവാഹം നടത്തുമ്പോൾ, അങ്ങനെ എല്ലാറ്റിനും. കാരണം ജീവിതത്തിൽ മുന്നോട്ടു പോയി വിജയം കൈവരിക്കാൻ തടസ്സങ്ങൾ മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കേരളത്തിൽ ഗണപതി ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചില ആചാര്യന്മാർ പറയുന്നു, തേങ്ങയുടെ മുകളിൽ കാണുന്ന 3 കണ്ണുകൾ ദിവ്യദൃഷ്ടിയുടെ പ്രതീകമാണെന്ന്. തേങ്ങയുടെ ഉള്ളിലെ വെള്ളം ജീവന്റെ പ്രതീകമാണെന്നും അതിനെ തകർത്തു സമർപ്പിക്കുന്നത് ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണെന്നും വിശ്വാസമുണ്ട്. തേങ്ങ ഒരു സാധാരണ ഫലമല്ല. ഹിന്ദു ആചാരങ്ങളിൽ തേങ്ങയെ ശ്രീഫലം എന്നാണ് വിളിക്കുന്നത്. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രവും, ഇടപ്പള്ളി ഗണപതി ക്ഷേത്രവും, പഴമങ്ങാടി ഗണപതി ക്ഷേത്രവും എല്ലാം തന്നെ നൂറുകണക്കിന് ഭക്തർ തേങ്ങകൾ നേർച്ചയായി സമർപ്പിക്കുന്ന പേരുകേട്ട ക്ഷേത്രങ്ങളാണ്. പഴയകാല യാഗങ്ങളിൽ മൃഗബലി ഒഴിവാക്കി ശുദ്ധമായ സമർപ്പണമായി തേങ്ങ ഉപയോഗിച്ചു എന്നും വിശ്വാസമുണ്ട്. ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ചിന്തിക്കുക. എൻ്റെ ഉള്ളിലെ അഹങ്കാരവും, എൻ്റെ ദേഷ്യവും, വേണ്ടാത്ത ചിന്തകളും, എൻ്റെ ഭയവും എല്ലാം ഞാൻ തകർത്ത് ഭഗവാനെ അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ആ ആചാരം ഒരു ആത്മപരിവർത്തനമായി മാറും. അതിനാൽ വിഘ്നേശ്വരൻ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും നീക്കി അനുഗ്രഹിക്കട്ടെ.